ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് പോകേണ്ട ദിവസമായി. രാവിലെ തന്നെ ഞങ്ങൾ പോകണം എയർപോർട്ടിലേക്ക്, അയോധ്യ എയർപോർട്ടിലേക്ക്. അപ്പോൾ സ്യൂട്ട് കേസ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി വെച്ചു. പിന്നെ വീടൊക്കെ ഒരുവിധം പറ്റുന്ന പോലെയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഇറങ്ങാൻ. അപ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. ഹായ് ഗൈസ്, ഞങ്ങൾ പോവാണ്. സച്ചിൻ സാറിനെയും സോണിയ ടീച്ചറിനെയും വീട് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോകണം. ഇവരെല്ലാ വർഷവും ഞങ്ങൾക്ക് വീട് കാവലായിട്ട്. അപ്പൊ ജോബി സർ ഫാമിലി, പിന്നെ ഞങ്ങള്, പിന്നെ അഭിജിത്ത് സാറിന്റെ അമ്മയുണ്ട് അല്ലേ. ഞങ്ങളങ്ങനെ പിന്നെ സുഗുണ ടീച്ചർ ഫാമിലി. അവര് പോയത് തോന്നുന്നു, അറിയില്ല. അവര് പോയോ അവര് പോയി. അപ്പൊ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതേ പോകണം. അവരാരുടെ വണ്ടികളിലൊക്കെ ആയിട്ട് പോകണം. അപ്പൊ ഇറങ്ങാം. അപ്പൊ ഞങ്ങള് അയോധ്യക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയോധ്യ എന്നാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 10-15 മിനിറ്റായി. 1 മണിക്കൂർ യാത്രയുണ്ട്. ഞങ്ങളുടെ ഡ്രൈവർ ഇന്ദ്രജിത്ത് ചേട്ടനാണ്. കണ്ടാ, ഞങ്ങളുടെ സ്കൂളിലെ ഡ്രൈവറാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഒരു 3/4 മണിക്കൂറിൻ്റെ എടുക്കും. രാമക്ഷേത്രത്തിൻ്റെ സ്ഥലമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പോയി അയോധ്യ എയർപോർട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റും കൂടി ഉള്ളൂ കേട്ടോ. 5 കൂടെ നല്ല സൂപ്പർ ഉറക്കാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് ഉറങ്ങിയപ്പോഴേക്കും നല്ല ലേറ്റായി. അപ്പോൾ വണ്ടിയാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്വരം പോയിരിക്കുക. ഒരു രക്ഷയില്ല. രാവിലത്തെ ടൈമൊന്നും പറയണ്ട. കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചും കൂടെ ഓക്കെ ആവും. പിന്നെ സോൾട്ട് വാട്ടർ ഞാൻ ഗാർഗിൾ ചെയ്യാറുണ്ട്. ഇന്ന് അതിനൊന്നും സമയം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ പോരേണ്ടി വന്നു. അയോധ്യ ഇവിടെയും വേറെയും കുറേ ടെമ്പിളുകളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോണ്. ഇപ്പം ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിലേക്കുള്ള റോഡ് കേട്ടോ. മെയിൻ ഹൈവേ നിന്ന് തിരിഞ്ഞു ഇതാ കാണുന്ന സ്ഥലമാണ് അയോധ്യ എയർപോർട്ട്. ഇത് ബിൽഡിംഗ് ഒക്കെ വെറുതെ ചെറുതാട്ടോ. അകത്തെ കുറേ ഏരിയ ഉണ്ട്. എയർപോർട്ടിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ എത്തി. ചെക്കിങ് നടക്കണം ഇവിടെ. ഇത് കാണുന്നതാണ് സംഭവം. അപ്പം ഞങ്ങളിവിടെ ഇറങ്ങട്ടെ കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വേറൊരു സാറിൻ്റെ അമ്മയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതേ അമ്മേനെ കൊണ്ടുവന്നാക്കി അവരിതേ പോകാൻ റെഡിയായിട്ട് നിൽക്കണം, തിരിച്ചു പോകാൻ. ഇവിടെ നമ്മുടെ ലഗേജൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കപ്പം 3 പേർക്ക് 3 സ്യൂട്ട് കേസ് ഉണ്ട്. അതുപോലെ 3 ഷോൾഡർ ബാഗും ഉണ്ട്. ഞങ്ങളുടെ ഇന്ദ്രജിത്ത് ചേട്ടൻ എന്താ തിരിച്ചു പോകണം. ഞങ്ങളെ വണ്ടിയിലൂടെ കൊണ്ടുവന്നാക്കി തിരിച്ചു പോവാം. അതേ കുഞ്ഞുമാവേനൊക്കെ ആയിട്ട് അവർ വരുന്നുണ്ട്. അവർ തിരിച്ചു പോകട്ടോ. അവരുടെ ടിക്കറ്റ് അവർ എടുത്തിട്ടില്ല. ജോബി സാറും ജസ്റ്റ് ടീച്ചറൊക്കെ അതായത് ലഗേജൊക്കെ ഇറക്കി. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരേ ഫ്ലൈറ്റിലാണ്. കാരണോ ഞങ്ങളുണ്ട്. ഇതാ വരുന്നു. ഇത് ജോബി സാറിൻ്റെ മൂത്ത മോൻ കേട്ടോ. ഇതാ പോകുന്നു നമ്മുടെ അഭിജിത്ത് സാറ് അമ്മയുടെ ലഗേജൊക്കെ ആയിട്ട്.
അമ്മ അവിടെ കുഞ്ഞുവാവനെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതേ അമ്മ പോവാണ്. അമ്മയ്ക്ക് കുഞ്ഞുവാവനെ വിട്ട് പോകാൻ ഇഷ്ടമില്ല, പക്ഷെ പോവാണ്ട് പറ്റിയില്ല. അയ്യോ വിഷമല്ലേ. അപ്പോൾ അതേ ഞങ്ങൾ എൻട്രൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും അധികം പെർമിഷൻ ഇല്ല. ഇവിടെ നമ്മുടെ ലഗേജ് എല്ലാം സ്കാനിങ്ങിനായിട്ട് കയറി വന്നത് നമ്മൾ അതിനായിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടിയിട്ട് വേണം നമുക്ക് ഇനി ലഗേജ് ചെക്കിങ്ങിനായിട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ ഉടനെ തന്നെ സ്കാനിങ് കഴിഞ്ഞ് കിട്ടി. ഇപ്പോൾ ഞങ്ങളിതേ ലഗേജ് ചെക്കിങ്ങിനായിട്ട് കൊടുത്തേക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഗേജ് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ലഗേജ് എല്ലാം ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വേഗം തന്നെ ചെക്കിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പേഴ്സണൽ ചെക്കിങ്, നമ്മുടെ ലാപ്ടോപ്പ് കാര്യങ്ങൾ, മൊബൈലെല്ലാം നീക്കി വെച്ച് അവർ നമ്മളെ ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി വല്ലോടെ ഇരിക്കാമെന്ന് വിചാരിച്ച് പോകണം. നമ്മുടെ ജോബി സാറിൻ്റെ മൂത്ത മകൻ വ്ളോഗ് വരും. അങ്ങനെ നമ്മുടെ ടേൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈനിൽ നിന്ന് ടിക്കറ്റൊക്കെ കാണിക്കാനായിട്ട് ഇതാ ലൈനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ടിക്കറ്റ് ഒക്കെ കാണിച്ചു കൊടുത്ത് അതെല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മൾ ബസ്സിൽ കയറാൻ പോവാണ്. ഇനി ഫ്ലൈറ്റിന്റെ തൊട്ടടുത്തേക്ക് നമ്മൾ എത്താൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കുള്ള ബസ് തൊട്ട് പുറകിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ശകലം ദൂരം പോകാനുണ്ടായിരുന്നുള്ളൂ. പോയപ്പോഴേക്കും തന്നെ നമ്മൾ ഫ്ലൈറ്റിന്റെ അടുത്ത് എത്തി. അങ്ങനെ ഞങ്ങൾ ഇതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ രാവിലെ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ 9:30 കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർ 12 മണിയാകുമ്പോൾ എത്തും. പിന്നെ അവിടുന്ന് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് 1:40. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതേ ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ എത്തി നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്ലൈറ്റിലേക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്ലൈറ്റിനകത്ത് കയറി എല്ലാവരും അവരവരുടെ സീറ്റുകളിലൊക്കെ ഇരുന്നു. അതിനുശേഷം അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അനൗൺസ്മെന്റിന് ശേഷം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇപ്രാവശ്യം ഫ്ലൈറ്റിൽ നമുക്ക് കോംബോ പാക്ക് ആട്ടോ ഒരുവിധം ഐറ്റംസൊക്കെ. അപ്പോൾ ടീ വിത്ത് കാഷ്യൂ അല്ലെങ്കിൽ ടീ വിത്ത് ബൺ മസ്ക. അപ്പോൾ അഞ്ജുവിന് അത് മതി എന്ന് പറഞ്ഞാൽ അഞ്ജു അത് വാങ്ങി. ഞങ്ങൾ ക്യാഷ് മതി എന്നും പറഞ്ഞു ഞാനും ചേട്ടനും അങ്ങനെ വാങ്ങിച്ചത്. അപ്പോൾ അഞ്ജുവിൻ്റെ ബൺ മസ്ക ആയാലും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഏതെടുത്താലും കോംബോ പാക്കാണ് 200 രൂപ. ഞങ്ങൾ ടീയും പിന്നെ കാജു വാങ്ങിച്ചേക്കണേ. കാഷ്യൂ, സഞ്ജു, എന്താ ഒരു ചെറിയ ബണ്ണിൻ്റെ ഉള്ളിൽ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് നല്ലതായിട്ട് നല്ല സോഫ്റ്റാണ്. ഇതും ആവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. കാജു ആവശ്യം നന്നായി തന്നെ വെച്ചിട്ടുണ്ട് അവർ. നല്ല ഫ്രഷ് കാജു. പിന്നെ ചായ ആയാലും നല്ല ചായയാണ്. പിന്നെ ആകാശത്തിരുന്ന് കഴിക്കുമ്പോൾ 200 രൂപ അധികമല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാജുവും ചായയൊക്കെ കഴിച്ച്, ചായയൊക്കെ നല്ല സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ. ഏലക്കായ ചായ ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ച്
അതുപോലെ കാജുവൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങളിതേ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 1:40-നാണ്. അപ്പോൾ 12 മണി തൊട്ട് 1:40 വരെ ഉള്ള സമയം നമുക്ക് അവിടെ എയർപോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഞങ്ങളങ്ങനെ ബാംഗ്ലൂർ എത്തി ലാൻഡ് ചെയ്തു കേട്ടോ. ഇനി ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ അടുത്ത ചെക്കിങ്ങിന് പോകണം. അപ്പോൾ ഈ സമയത്തായാലും നമ്മുടെ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും വീണ്ടും ചെക്കിങ്ങിന് വെച്ച് കൊടുക്കണം. നമ്മുടെ ഷോൾഡർ ബാഗ് അവർ ഫുള്ളി ചെക്ക് ചെയ്തിട്ട് നമ്മൾ കടത്തി വിടുള്ളൂ. നമ്മുടെ ലാപ്ടോപ്പ്, മൊബൈൽ, സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ബെൽറ്റ്, കൊട അങ്ങനത്തെ എല്ലാ ഐറ്റംസും മാറ്റി വെച്ചിട്ട് വേണം അടുത്ത ചെക്കിങ്ങിന് പോകാനായിട്ട്. ഞങ്ങളങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി ഇവിടുന്നും എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുക. ചേട്ടനും പിന്നെ ജോബി സാറും കൂടെ ലോഞ്ച് ആക്സസ് ഒക്കെ ഉണ്ടോ, എവിടെയാണ് എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടി പോയേക്കാം. എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ 12 മണിക്ക് ബാംഗ്ലൂർ എത്തി. നമ്മൾ 9:30 കയറിയത് കേട്ടോ അയോധ്യയിൽ നിന്ന്. 12 മണിക്ക് നമ്മളിവിടെ എത്തി. ഇനി ഞങ്ങൾക്ക് അടുത്ത ബോർഡിംഗ് എന്ന് പറയുന്നത് 1:40-നാണ്. 1:40 ഇനി അടുത്തത്. അപ്പോൾ ഞങ്ങളും ദൈവം വേറെ ഒരു സാറിൻ്റെ, അഭിജിത്ത് സാറിൻ്റെ അമ്മയും ഞങ്ങൾ ഒരുമിച്ച് കൊച്ചിയിലേക്ക്. ജെസ്സി ടീച്ചർ ഫാമിലി അവർ കണ്ണൂർക്കാണ് പോണേ. അപ്പോൾ അവരുടെ ഫ്ലൈറ്റ് നമ്മുടെ പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അവരുടെ 2:15 തോന്നുന്നു ബോർഡിങ്. അപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റിൽ ലോങ് ടൈം ഇരിക്കണമായിരുന്നു. ഇരുന്നിരുന്ന് ശരിക്കും പറഞ്ഞാൽ ബോറടിച്ചു. ഉറക്കം വന്നില്ല. കുറേ നേരം സിംപ്ലി നമ്മൾ എത്തണല്ലോടേക്ക്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഉറക്കം വന്നില്ല. ഇനി നമ്മുടെ കയ്യിലുള്ള കാർഡുകളൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഇവിടുന്ന് ലോഞ്ചിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡ് കോർട്ടിൽ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കണം. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി അടുത്ത ഫ്ലൈറ്റിൽ കയറാം. അതെ, ഞങ്ങളുടെ ഫുഡൊക്കെ എത്തിയിട്ടോ. നമ്മൾ റൈസ് മീൽസ് ആണ് പറഞ്ഞത്. റൈസ് മീൽസ് എത്രയാണ്? 470 രൂപ. ഇതിനകത്ത് കുറച്ച് റൈസും ഉണ്ട്, ഒരു ചിക്കൻ പീസും ഉണ്ട്. ഇതാണ് റൈസ് മീൽസ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ ഇതിനകത്ത് എന്തെന്നാ അത് 5 ബർഗർ പറഞ്ഞേക്കാം. എനിക്ക് ചേട്ടനും റൈസ് മീൽസ്. അതിനകത്ത് നിന്ന് കൊക്കോ, ഇത് പെപ്സി. വന്നോ? ഫുഡ് വന്നോ? ഞങ്ങൾ കിട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എണീറ്റു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി എല്ലാവരും കൂടെ ഒരുമിച്ചൊരു സെൽഫി എടുക്കാം, ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി ഞങ്ങളുടെ സീറ്റിലേക്കൊക്കെ ചെന്നിരിക്കാനായിട്ട് അവിടെ നമ്മുടെ ഗേറ്റ് നമ്പർ എത്രയാണ്? 12 നിങ്ങളുടെ ഗേറ്റ് നമ്പർ 12. നിങ്ങളെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ 27ലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നിങ്ങളെ അവിടെ വരാൻ സീറ്റ് കാണിച്ചു തരാൻ, ബൈ ബൈ പറയാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരുമിച്ച് അവിടെ വരെ സീറ്റ് വരെയൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. തുറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇവരോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ടേക്കും തിരിയും, അവരങ്ങോട്ടേക്കും തിരിയും. അയ്യോ, അതെ ജെസ്സി ടീച്ചർക്ക് അറിയാൻ തുടങ്ങി. അപ്പം എന്താ പറയണ്ടേ, ഇനിയുള്ള യാത്ര അഡ്വാൻസ്ഡ് ഹാപ്പി ഞാനൊരു കളിയൊക്കെ മേടിക്കണം. ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. മറന്നുപോയി സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ അമ്മയോടൊരു ബൈ ബൈ പറയട്ടെ. ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ നിന്നോ, ഞാൻ ഇതിലൊരു ഫോട്ടോ എടുത്തേക്കാം. അത് നിൽക്കടി നിങ്ങളെ. ഞാൻ എല്ലാവരും കൂട്ടിയെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കോളിൻ്റെ സമയമായിട്ടുണ്ട്. അവരിപ്പോൾ വിളിക്കും. എന്തായാലും കിട്ടിയ സമയം കളഞ്ഞില്ല. ഞങ്ങൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം അവരുടെ കോളിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ.
അപ്പോൾ അങ്ങനെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് ഞങ്ങളിത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാം. ബാംഗ്ലൂരിൽ നിന്നുള്ള ഫ്ലൈറ്റ് കേട്ടോ. ഇവിടെ ഒരുപാട് ഫ്ലൈറ്റ്സുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. ഈ സൈഡിലൊക്കെ ഇതാ കണ്ടോ, ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സുകളുണ്ട്. അഭിജിത്ത് സാറിൻ്റെ അമ്മയുണ്ട് കൂട്ടത്തിൽ. പിന്നെ ജസ്റ്റിസ് ഫാമിലി അവർ പോയി കഴിഞ്ഞു. അവർ വേറെ ഫ്ലൈറ്റിന് അവർ കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ റൂട്ട് ഇത്, ഞങ്ങൾ കൊച്ചിയിലേക്ക് അവർ കണ്ണൂർക്കാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. എല്ലാവർക്കും ബൈ ബൈ.